നേതാവ് അവരെ വിളിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞു. സ്വാതിക്കെതിരെ മോശം കാര്യം പറയാൻ സമ്മർദ്ദമുണ്ട്. പക്ഷേ കെജ്രിവാളിന്റെ നിലപാട് എനിക്ക് തോന്നുന്നു ഒരു അല്പം മയപ്പെട്ടിട്ടുണ്ടെന്നു. അദ്ദേഹം പറയുന്നത് അതിൽ ഒരു അന്വേഷണം നടക്കട്ടെ, നേരത്തെ തന്റെ സെക്രട്ടറി അകത്തിടുന്നു എന്ന് പറയുന്നിടത്തു നിന്ന് അദ്ദേഹത്തിന് മുകളിൽ ഒരു സമ്മർദ്ദം വന്നിരിക്കുന്നു. ഇന്ന് അതിലൊരു അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്ന നിലയിലേക്ക് അദ്ദേഹം ഡൽഹി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ആം ആദ്മിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ള തർക്കമില്ലേ? കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ അവര് സ്വാതി മാലിവാൾ ഈ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് എനിക്കെതിരെ മുഴുവൻ ആളുകളെയും after unleashing the entire army of leaders and volunteers at me, calling me a BJP agent, assassinating my character, leaking my videos, shaming me, roaming around with the accused, letting him enter the crime scene. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ മാറ്റി പറയുന്നത് എന്തുകൊണ്ട് എന്ന ഒരു ഇതിൽ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കോൺഗ്രസ് എടുത്തു പോകുന്ന നിലപാടുകൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ഇന്ന് കോൺഗ്രസിന്റെ ദില്ലിയിലെത്തിയ കോൺഗ്രസ് നേതാവ് ശശി തരൂർ കൂടി വിഷയത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് വളരെ സേഫ് ആയിട്ട് നിന്ന് മാത്രം പ്രതികരിക്കുന്നതിനൊപ്പം തന്നെ ശശി തരൂരും പറഞ്ഞിരിക്കുന്നു ഈ വിഷയം അംഗീകരിക്കുന്നു. അതിൽ പറയുന്നത് ഈ ഒരു വിഷയം തെറ്റായിട്ട് കണക്കാക്കുന്നില്ല, ഇത് സംഭവിച്ച കാര്യം തന്നെയാണ്, അന്വേഷണം നടക്കട്ടെ. പക്ഷെ അപ്പോഴും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ, ഡൽഹിയിലെ പ്രചാരണത്തിൽ വിഷയം മാറിപ്പോവുകയാണ് എന്നൊരു അഭിപ്രായം ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പൊതുവെ ഈ വിഷയത്തിനടുത്ത് എടുത്തു വരുന്ന ഒരു നിലപാട് തന്നെ ഏകദേശം കോൺഗ്രസ് പക്ഷെ അങ്ങനെയല്ല നേരത്തെ പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞ പ്രിയങ്ക ഗാന്ധി സ്ത്രീകൾക്കൊപ്പമാണ് എന്ന നിലപാടാണ്. റൈറ്റ്. ഏതായാലും ശശി തരൂരിന്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് ഒന്ന് കടന്ന ശേഷം. I have absolutely no reason to comment on that lady's speech. She knows presumably what she's talking about. And in any case, the Aam Aadmi Party has issued a statement on the matter which I believe cannot be improved and does not need to be added to. I honestly feel that this is a serious attempt to distract from the real issues facing the nation, which are unemployment at record levels, particularly youth unemployment for those starting work. പ്രതികരണമാണ് ഈ വിഷയത്തിനകത്ത് കണ്ടത്. ദില്ലിയിലെ വിഷയങ്ങൾ മാറുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. ഏതായാലും 25-ാം തീയതി 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ വിവരങ്ങളും വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ.